നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ പ്രതാപന് ആ വീട്ടിൽ ഒരു റോളില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഇല്ലെങ്കിൽ രണ്ടു മക്കളോടും അമ്പാലിയെ ഒരുപോലെ കാണിക്കില്ലായിരുന്നു. ആദ്യം ആ അനിരുദ്ധനെ വേണം അവിടെ ഓടിക്കാനായിട്ട്. അതൊരിക്കലും ആന്റി ചെയ്യില്ല അങ്കിളെ. അവസാനം സ്വന്തം ഏട്ടന്റെ കൈകൊണ്ട് തന്നെയാവും അനിയത്തിയുടെ അന്ത്യം. അത്രമാത്രം ക്രൂരതയാ രണ്ടുപേരും കൂടി കാണിക്കുന്നത്. അതെ, ഇനി എന്തു വന്നാലും അമ്പാലിയോടൊപ്പം അവിടെ കഴിയില്ല എന്ന തീരുമാനത്തോടെ ഭാമയും ഭരത്തും അവിടെ പോകാതിരിക്കുക. അപ്പൊ അവര് തന്നെ സ്വയം തിരുത്തിക്കോളും. അമ്പാലി ഒരു പ്രത്യേക ജന്മദേവ. എങ്ങനെ വെട്ടിയിട്ടാലും പെട്ടെന്ന് ഒത്തുകൂടും. അതുപോലുള്ള പ്രവൃത്തിയാ കാണിക്കുന്നത്. വേറെന്തോ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് പപ്പേട്ട. അതുകൊണ്ടാ ആരും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത്. ഇവരെയൊക്കെ ദൈവം കയറൂരി തന്നെ വിട്ടിരിക്കുക ജാനകി. അവസാനം ഒരു പിടി പിടിക്കും. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത പിടി. അതുവരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വലിച്ചനും വല്യമ്മയും തന്നെ ഭാമയെ വീട്ടിൽ കൊണ്ടുചെന്നാക്ക്. അവിടെ ഭരത്തും അരുന്ധതിയൊക്കെ ഉള്ളതാ. ഭാമയെ കാണുമ്പോ എന്തായാലും ഒരു സംസാരം നടക്കും. ഞാനോ വലിച്ചനോ ഒപ്പം ഉണ്ടെങ്കിൽ ഒരാളും ഒന്നും പറയില്ല. മതി മോളെ, നിനക്ക് പകരം നീ എന്നെ ആ സ്ഥാനത്ത് കണ്ടല്ലോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. വല്ലിച്ച, എനിക്ക് മാപ്പ് തരണം. അവിടെ വന്നപ്പോ ഞാൻ വല്ലിച്ചനെ എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും സാരമില്ല മോളെ. ഞാനും കുറെ കാലം നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടില്ലേ. ഇതൊക്കെ അതിന്റെ പ്രതിഫലമായിട്ട് ഞാൻ കണ്ടോളാം. ഭാവനെ, മോള് വിഷമിക്കണ്ട. ഭാമയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി സംസാരിക്കാം. ആരും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല.